ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഉച്ച വരെയുള്ള വിശേഷം അത്രേ ഉള്ളൂ. രാവിലെ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നൂൽപുട്ടും കുറച്ച് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കടലക്കറിയാണ്. കുറച്ചധികം വലിപ്പമുള്ള ആ വെള്ള കടലയല്ലേ, അതിൻ്റെ കറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഈ കറി വെക്കുന്നത്. എനിക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ആ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നൂൽപുട്ട് നമ്മുടെ അപ്പുണ്ണിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. അവന് സ്കൂളിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ജോലികളെല്ലാം കഴിയുമ്പോഴത്തേക്കും അടുക്കള ഒരു യുദ്ധക്കളത്തിന് സമമാവും കേട്ടോ. എല്ലാം നിരന്ന് കിടക്കും. അവസാനം നമ്മുടെ അപ്പുണ്ണി പറഞ്ഞു, എനിക്ക് നൂൽപുട്ടൊന്നും വേണ്ട, കുഞ്ഞിപ്പത്തിരി മതിയെന്ന്. അങ്ങനെ നൂൽപുട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുഞ്ഞിപ്പത്തിരി കൊടുക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ വായിച്ചൊന്നും പിടിപ്പിക്കേണ്ട, അവൻ്റെ ഇഷ്ടത്തിന് അവൻ കഴിച്ച് പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമ്മുടെ അപ്പുണ്ണി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ് വരാൻ ടൈം ആയിട്ടുണ്ട്. അധിക ദിവസവും അപ്പൂനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അമ്മ തന്നെയാണ് പോകാറ് കേട്ടോ. അവനെ കൂട്ടാറും അമ്മ തന്നെയാണ്. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി ടാറ്റ ബൈ സീ യു എല്ലാം പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഞാൻ ചായ കുടിക്കുന്നില്ല, ആദ്യം തന്നെ അടുക്കള നിരന്ന് കിടക്കാണല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു. അടുക്കളയിൽ മുഴുവൻ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഒരു സമാധാനവും കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ കഴുകി വെക്കാന്ന് അമ്മേനോട് പറഞ്ഞു. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഓരോന്നോരോന്നായി കഴുകി വെക്കാൻ. ഇതങ്ങ് കഴുകി വെച്ച് അടുക്കള ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമെടുത്ത് ചായ കുടിക്കാം. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കെല്ലാം നന്നായിട്ടൊന്ന് കഴുകി പിന്നെ അവിടെ എല്ലാം തുടച്ചിടുകയാണ് കേട്ടോ. അടുക്കള ക്ലീൻ ആയി കിടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സമാധാനമാണ്. എല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനവും കിട്ടൂല. അങ്ങനെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു. അതിനുശേഷം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, കാലാവസ്ഥയൊക്കെ മാറി മറിയുന്നൊരവസ്ഥയാണ്. മഴ മാത്രമല്ല പെയ്യുന്നത്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുന്നേൽക്കാനൊക്കെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ കിച്ചൺ ക്ലീൻ. ഇനി സമാധാനമായിട്ട് നമുക്ക് ചായ കുടിക്കാം. ഞാൻ ചായ കുടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഏട്ടൻ്റെ കുളിയും നനയെല്ലാം കഴിഞ്ഞ് ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ ഓഫീസിൽ പോകാൻ ടൈമായി. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടനുള്ള ഫുഡ് ആദ്യം കൊണ്ടുവയ്ക്കുക, എന്നിട്ട് ഏട്ടൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഏട്ടൻ ഇതേ പ്ലേറ്റ് കൊണ്ട് വെച്ചു. നല്ല കടലക്കറിയും നൂൽപുട്ടും ഒക്കെ കൊണ്ടുവച്ച് വെള്ളമാണ് ഏട്ടൻ കുടിക്കാറ് കേട്ടോ. ഏട്ടൻ അങ്ങനെ ചായയും കാപ്പി കുടിച്ചാൽ വല്ലപ്പോഴും കുടിച്ചാലായി, അല്ലാതെ ചായ ഒന്നും കുടിക്കാറേ ഇല്ല കേട്ടോ. ചായയും പാലും ഏട്ടൻ കുടിക്കാറേ ഇല്ല കേട്ടോ. ഏട്ടന് ചൂടുവെള്ളമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പോലും പാലിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ അങ്ങനെ കുടിക്കാറുമില്ലേ. ഏട്ടന് പാലൊന്നും അധികം ഇഷ്ടമല്ല. അങ്ങനെ നൂൽപുട്ടും അതുപോലെ തന്നെ കടലക്കറിയെല്ലാം ഒഴിച്ച് ഏട്ടനുള്ള ഫുഡ് അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞൊന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. അവനെ പല്ലെല്ലാം തേപ്പിച്ചിട്ട് അമ്മ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അവന് ഫുഡെല്ലാം കൊടുക്കണം. വീഡിയോ എടുക്കുന്നുണ്ട് ഏട്ടാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഒന്ന് ചിരിച്ച് തന്നിട്ടോ. പിന്നെ ഇതേ ആശാൻ ആദ്യം തന്നെ ഒരു കേക്കും കൊണ്ട് വന്നിട്ട് അമ്മ ഇത് പൊളിച്ച് കൊണ്ടാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അപ്പൂന് വാങ്ങിയ സ്നാക്സ് ആയിരുന്നു. അവൻ ഒരെണ്ണേ കൊണ്ടുപോയിട്ടുള്ളൂ സ്കൂളിലേക്ക്. അപ്പോൾ ബാക്കിയുള്ള ഒരെണ്ണം കണ്ടിട്ട് കുഞ്ഞു പറയുകയാണത് അതവന് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മുഴുവൻ കഴിച്ചില്ല കേട്ടോ. 2-3 കടിയും കടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നു. അപ്പോഴാണ് ഏട്ടൻ്റെ ഗോള്. മേശപ്പുറത്തൊരു സാധനം മറന്നു വെച്ചിട്ട് ഒന്ന് കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഏട്ടൻ അത് കൊണ്ടു കൊടുത്തതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ കട്ടൻ കാപ്പിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ചായ കുടിച്ചിട്ട് കാണാവേ. കുഞ്ഞെങ്ങോട്ടാ എങ്ങോട്ടാ പറയ്. അപ്പം നമ്മൾ തക്കൂടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാണേ. ഞാനും കുഞ്ഞാരയുണ്ട്, കുഞ്ഞുണ്ട്. ചുമ്മാ പോവുകയാണ് കേട്ടോ. വെറുതെ പോയിട്ട് വരാൻ മടുക്കുക. ശരിയാണ് ഗൈസ്, ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴ കേട്ടോ. ഇന്നലെ നമ്മുടെ വയനാട്ടിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു. നമുക്ക് പിടികിട്ടാത്ത കാലാവസ്ഥയാണ് ഇവിടെ കേട്ടോ. ഇപ്പം നല്ല വെയിൽ കാണുന്നുണ്ട്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ തക്കുവിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. തക്കു എന്ന് പറയുന്നത് എൻ്റെ വേറൊരു അനിയത്തിയാണ്. കസിൻ സിസ്റ്റേഴ്സാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ് എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നത്. തക്കു പുന്നാര, ഞങ്ങൾ രണ്ടാളാണ് പോകുന്നത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവക്ക് സ്വന്തമായിട്ടൊരു അനിയൻ, എനിക്ക് സ്വന്തമായിട്ടൊരു അനിയൻ, തക്കുവിന് സ്വന്തമായിട്ടൊരു ചേച്ചി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കും, ചേച്ചി സിസ്റ്റേഴ്സ് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുടുംബങ്ങളാണ് കേട്ടോ. കുടുംബത്തിൽ സിസ്റ്റേഴ്സാണ് കൂടുതലും. അപ്പോൾ ഞങ്ങൾ തക്കുവിൻ്റെ വീട് വരെ ചുമ്മാ പോവുകയാണ് കേട്ടോ. അവളെ വീട്ടിലേക്ക് പോയിട്ട് കുറേ ആയി. അപ്പോൾ അവളൊന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇനി എങ്ങോട്ടാ പോന്നേ? എന്താ തുമ്മുന്നേ? എങ്ങോട്ടാ പോന്നേ? ഹായ് പറ എല്ലാവർക്കും. ഹായ് പറ. അയ്യോ വയ്യ. അപ്പോൾ പണ്ട് ഞങ്ങൾ സ്കൂളെല്ലാം വിട്ട് വരുമ്പോൾ ഇതിലൊക്കെ പോക്കുണ്ട് കേട്ടോ. ഇതല്ല വഴി, പക്ഷെ ഞങ്ങൾ ഇതിലേയും വെറുതെ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുഴുവൻ വയലാണ് കേട്ടോ. നിറച്ചും വയലാണ് അങ്ങോട്ടേക്കൊക്കെ. ഗൈസ്, ഞങ്ങളുടെ മുട്ടിൽ മല നോക്കൂ. മഴ പെയ്യാനായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് തിരിച്ചു വരേണ്ടി വരിക. അങ്ങോട്ടൊക്കെ വയലാട്ടോ. ഇനി ഫുള്ള് അങ്ങോട്ട് വയലാണ്. കുട വെറുതെ മഴക്കാറുണ്ടെങ്കിലും ചൂടുണ്ടല്ലേ, വെയിലിന് ചൂടുണ്ട്. വെറുതെ ചുമ്മാ കുടയൊക്കെ പിടിച്ച് നടക്കുക.
തക്കുവിന്റെ വീട് ഇച്ചിരി നടക്കണം കേട്ടോ, കുറച്ചങ്ങോട്ട് നടക്കണം. ഇവിടുത്തെ റോഡൊക്കെ റെഡി ആക്കിടി. നീ ഇതിൽ വന്നിട്ടുണ്ടോ? നെൽപ്പാടം ഗൈസ്. ഇത് മാത്രല്ല കേട്ടോ, അങ്ങോട്ടൊക്കെ വയലും നെൽപ്പാടങ്ങളും ഉണ്ട്. ഇത് നെല്ലെന്നാണല്ലേ, പുല്ലും നെല്ലൊക്കെ ഒരുപോലെ. അവിടെ ഒരു കുളം ഉണ്ട്, പിന്നെ ആ തെങ്ങ് കാണില്ല, ഒറ്റ തെങ്ങ്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ തെങ്ങ് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ അവിടെ അങ്ങനെ ചാടുന്നതാണ്. ഇപ്പൊ കുളം കാണുന്നില്ലല്ലോ. ഏത് ഇതോ? അത് പാറ. ഇതിൽ നടക്കാനൊക്കെ നല്ല രസമാണ് ഗൈസ്. തക്കുവിന്റെ വീട് ഏകദേശം എത്താനായിട്ടോ, നമ്മൾ കുറച്ചുകൂടെ പോകാനാണ്. അവളെ വിളിച്ച് പറയണ്ടേ, വ്ളോഗ് എടുത്ത് ചിലപ്പോൾ ഞെട്ടു. കാപ്പിയാണ് ഗൈസ്, കാപ്പി, നെല്ല്, ഇഞ്ചി എല്ലാം ഉണ്ട്. കാപ്പി പക്ഷെ ഈ കാപ്പിച്ചെടി നോക്ക് പിന്നാലെ ചെറുതിൽ കഴിച്ചിരിക്കുന്നില്ലേ, ചെറിയ ചെടി. നിങ്ങളങ്ങോട്ട് ഇങ്ങനെയാ? കാപ്പിയല്ലേ ഇത്? ഓറഞ്ച് താടി അവിടെ കണ്ട. ഇതിൽ ക്യാമറ കാണാൻ അറിയില്ല. ആരോ നട്ട ഓറഞ്ച് ഗൈസ്, കാണുന്നുണ്ടോ? വേഗം പേരോ. കുഞ്ഞു കുഴഞ്ഞോ? കുഞ്ഞിനെ കുറെ പുന്നാരെടുക്കും, കുറെ നടക്കും. ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇതിൻ്റെ ഇപ്പുറം ഒരു തോടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞി തോടുണ്ട്. മരം നോക്ക്, ഒരു കൂടുണ്ട് ഇല്ലേ പുന്നാരതാ? അവിടെ ഒരു കൂടുണ്ട്, നല്ല രസമുണ്ട് മരം. ഇവിടെ തോടുണ്ട് ഗൈസ്, ചെറിയൊരു തോടുണ്ട്. ഈ തോട് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന തോടാണ് കേട്ടോ, കാണൂല. തക്കുവിൻ്റെ വീട്ടിലെ പുറകെ കൂടെയാണ് നമ്മൾ വരുന്നത്, മുന്നിൽ കൂടെ അല്ല, പുറകെ കൂടെ. അങ്ങനെ നമ്മൾ എത്തി. ഓ, ഓളാടെ ഭയങ്കര തണുപ്പാ, അല്ല തണല, നല്ല തണല ഇവിടെ. ആ വെയിലത്തുനിന്ന് ആ ചൂടത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസം. തക്കു പേരക്കൊന്നുമില്ലല്ലോ. നമ്മളെത്തി ഗൈസ്. ഇതാണ് തക്കുന് പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതാണ് തക്കുവിൻ്റെ കുഞ്ഞി ഗൃഹം. ഞങ്ങൾക്കൊക്കെ പൊതുവേ കുഞ്ഞി ഗൃഹങ്ങളാണ്. ജോലികളെല്ലാം തീർത്ത് ഗൈസ്. അടിക്കൽ, തുടയ്ക്കൽ, പാത്രം കഴുകൽ, നമുക്ക് ക്ലാസ്സില്ല. തക്കു കുറേ പഴം കൊണ്ട് വന്നിട്ടുണ്ട്. തക്കു പഴം കൊണ്ട് തന്നിട്ടുണ്ട്. പഴം വേണോ? ഞങ്ങളിവിടെ ഇരിക്കുക ഗൈസ്. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, നല്ല തണലാണ്. പുറത്ത് വെയിലിന് വെളിച്ചമല്ല, പക്ഷെ നല്ല ചൂടുണ്ട്. കഴിക്ക് പഴം. പഴം തിന്നേ. നീ തിന്ന്, പഴം തിന്ന്. കുറച്ച് വിട്ട് നിൽക്ക്, പല്ല് മാത്രം അങ്ങോട്ട് കിട്ടുന്ന. തൊലി തൊലിക്കാൻ ഉഷാറുണ്ടാവുള്ളൂ, ഈ തിന്നലുണ്ടാവില്ല. ഇങ്ങോട്ട് കുത്തേ, അവിടെ നിന്ന് തിന്ന് നോക്കട്ടെ. വീഡിയോയില് പഴം തിന്നു, കുഞ്ഞു പഴം തിന്നു നോക്കട്ടെ. അവൻ തിന്നൂല, തൊലിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളു. മുട്ടയാണെങ്കിലും പുഴുങ്ങിയ തൊലിക്കാൻ ഇൻട്രസ്റ്റാ, തിന്നൂല. കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല ബീഫ് റോസ്റ്റ്. പിന്നെ ഇതെന്ത് കറി വെക്കും? പച്ചക്കറി, കായ്ക്കറി, പിന്നെ നല്ല മാങ്ങ അച്ചാർ. ഫ്രണ്ടിലിരുന്നിട്ട് തന്നെയാണ് ചോറ് കഴിക്കുന്നത്. നമുക്ക് പോകുമ്പോൾ മുട്ടായി വാങ്ങട്ടാ. എന്താ ചോറ് ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് കഴിക്കാൻ കേട്ടോ. ഇവിടെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പം തക്കു ചോറെടുക്കാൻ പോയിട്ടുണ്ട്. നല്ല ബീഫ്. തക്കു ആരാ ബീഫ് വെച്ചേ? അവൾ ഉണ്ടാക്കും കേട്ടോ, അവൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ചോറ് കഴിച്ചിട്ടാണ്. നോക്കട്ടെ. ഇങ്ങനത്തെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. ഇനി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നല്ല മഴയും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു മഴയ്ക്ക് കുറവുണ്ട്. അപ്പം നമ്മൾ പോവാണ്. അതിന് മുമ്പ് ഇവിടെ ഒരു വലിയൊരു പാലുണ്ടായി കാണിക്കാം. അക്കു മുട്ടായി കാണാം. ആണോ? എന്നാ വേറെ കോലുമുട്ടായി വാങ്ങിക്കാന്നാല്. ആ സ്ട്രോബെറിന്റെ അല്ലേ? വയൽ
നല്ല വയലും നെല്ലാണ് ഗൈസ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറുതായി ചാറുന്നുണ്ട്. ഞങ്ങളിനി പോകുകയാണ്. പോകുന്നതിന് മുമ്പ് കടയിലേക്ക് വന്നതാ മിഠായി വാങ്ങാൻ. വേഗം വാ, മിഠായി വാങ്ങി ഗൈസ്. കണ്ട കുഞ്ഞിന് കോലുമുട്ട എടുത്ത്, അവന് കോപ്പിക്ക് മതി എന്നല്ല പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക് കുഞ്ഞു, ഇങ്ങോട്ട് നോക്കടാ. അപ്പം ഞങ്ങൾ മഴയത്ത് പെട്ടു ഗൈസ്. നല്ല മഴയാ, നടക്കുകയാണ് കേട്ടോ. ഒരു കുടയേ ഉള്ളൂ, 3 പേര്. ഞങ്ങൾ നടക്കുകയാണ്. നല്ലോണം മഴ ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ടക്ക് പോയിട്ടോ തിരിച്ച് വീട്ടിൽ. ഞങ്ങളെ കുറച്ചാക്കി കൊണ്ടാക്കി തന്നിട്ട് അവള് പോയി. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വ്ളോഗൊക്കെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാ കൂട്ടർക്കും ടാറ്റ ബൈ. സീ പറയും.